ശ്രീലങ്കയിലെയും നേപ്പാളിലെയും പ്രക്ഷോഭങ്ങൾ കണ്ട് ഇന്ത്യയിലും വരുമെന്ന് കരുതിയിരുന്നവർക്ക് സന്തോഷ വാർത്തയാണ് ലഡാക്കിൽ നിന്നും വരുന്നത്. ലഡാക്കിൽ വലിയ പ്രക്ഷോഭം നടക്കുകയും അതിന്റെ പശ്ചാത്തലത്തിൽ വെടിവയ്പിൽ 4 പേർ കൊല്ലപ്പെടുകയും 70-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 20 പേർ പോലീസുകാരാണ്. കുറച്ചു നാളുകളായി ഇത്തരം സംഭവങ്ങൾ ഇന്ത്യയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലർ, അതോടൊപ്പം തന്നെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജെൻസിയാണല്ലോ അഭിസംബോധന ചെയ്തത്. അതിലൂടെ തന്നെ വ്യക്തമാണ് ഒരു നേപ്പാൾ ഇന്ത്യയിൽ നടക്കണമെന്ന് കുറച്ചു നാളുകളായി തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ നേപ്പാളുമായി ബന്ധപ്പെട്ട് ആ പ്രക്ഷോഭ സമയത്ത് കോൺഗ്രസ് നേതാക്കളുടെ സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായി തന്നെ വ്യക്തമാകും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഒരു പരീക്ഷണശാലയായാണ് നിലവിൽ ലഡാക്ക് അവർ കണ്ടിരിക്കുന്നത്. പല കോൺഗ്രസ് കൗൺസിലർമാരും ഇതിന്റെ ഭാഗമായി പ്രക്ഷോഭത്തിന്റെ ഭാഗമായതായും വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. എന്തായാലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടെ ഈ മാസം 10-നാണ് അവിടെ സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിച്ചത്. ആ പ്രക്ഷോഭമാണ് ഇപ്പോൾ ഹർത്താലിലേക്ക് മാറുകയും ആ ഹർത്താലിന്റെ ഫലമായി ലേയിലെ കൗൺസിൽ സെക്രട്ടേറിയറ്റ് കത്തിക്കുകയും BJPയുടെ ഓഫീസ് കത്തിക്കുകയും ചെയ്തു. നാം കണ്ടത് നേപ്പാളിൽ കണ്ടതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ലഡാക്കിലും കണ്ടത്. പക്ഷെ ഇങ്ങനെ കലാപങ്ങൾ നടത്തുന്നവരോട് പറയാനുള്ളത്, നാം ഇത്തരം കലാപങ്ങൾ ഇന്ത്യയിൽ മുൻപും കണ്ടിട്ടുണ്ട്. 2014 മുതൽ ഒരു പാർട്ടി അങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണല്ലോ. കാരണം അത് കുടുംബ സ്വത്താണല്ലോ. പ്രധാനമന്ത്രി സ്ഥാനം തങ്ങളുടെ കുടുംബ സ്വത്തായി കാണുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന് ഒരു പിന്നോക്കക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയപ്പോൾ ദഹിച്ചില്ല. അത് അങ്ങനെ ആകില്ലെന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വരും മുമ്പ് തന്നെ അവർ പറഞ്ഞിരുന്നല്ലോ, ഒരു ചായക്കടക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരില്ല എന്ന് പറഞ്ഞിരുന്നവരെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ജനങ്ങൾ നരേന്ദ്രമോദിയെ തിരഞ്ഞെടുത്തത് മുതൽ തന്നെ ആ കുടുംബത്തിന് ഹാലിളകി. ആ കുടുംബം നിരന്തരം ഇത്തരം പ്രക്ഷോഭങ്ങളുടെ ഭാഗമാകുന്നു. നാം അത് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സമരത്തിൽ കണ്ടു. പിന്നീട് അത് കലാപത്തിലാണല്ലോ അവസാനിച്ചത്. ഡൽഹി കത്തിയിലെ 40-ലധികം പേർ മരണപ്പെട്ടില്ലേ? അതിനെ കൃത്യമായി അടിച്ചമർത്താനും പിന്നീട് അജിത് ദോവൽ അടക്കമുള്ളവർ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചു. നാം ആ ദൃശ്യങ്ങൾ കണ്ടതല്ലോ. ആ കലാപ സമയത്ത് അജിത് ദോവൽ ഇറങ്ങി ജനങ്ങളോട് മുസ്ലിം ഹിന്ദു ഭേദമെന്നെ എല്ലാവരെയും തുല്യരായി കണ്ട് സംസാരിച്ച് അത് തീർപ്പാക്കി. പിന്നീട് കണ്ടത് കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ചെങ്കോട്ടയിൽ കയറി ഖാലിസ്ഥാൻ സംഘടനയുടെ കൊടി ഉയർത്തുന്നത് കണ്ടു. അപ്പോഴും പലരും കൈയടിച്ചു. ആ കയ്യടിയിലൂടെയാണ് ഇപ്പോൾ പലരുടെ സ്വപ്നം. ഇന്ത്യയെ എന്തായാലും പല കഷ്ണങ്ങളാക്കി മുറിച്ച് പലർക്കും ഭരണം നടത്താമെന്ന ചിന്ത ഇവിടെയുണ്ട്. അത് നാം പണ്ട് കനയ്യകുമാറിന്റെ മുദ്രാവാക്യത്തിലൂടെ തന്നെ കണ്ടല്ലോ. ഇപ്പോൾ ആ കനയ്യകുമാർ എവിടെയാണ്? കോൺഗ്രസിലാണ്. രാഹുൽ ഗാന്ധിയുടെ വലങ്കയായ ഭാരത് ജോഡോ യാത്രയിൽ ഉൾപ്പെടെ അദ്ദേഹം സഞ്ചരിക്കുകയാണ്. അദ്ദേഹത്തിന് ഡൽഹിയിൽ സീറ്റ് നൽകി. ഇപ്പോൾ ബീഹാറിൽ അദ്ദേഹമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നയിക്കുന്നത്. അങ്ങനെ രാജ്യദ്രോഹം ചെയ്യുന്നവരെയും ഇന്ത്യയിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെയും എല്ലാവരെയും പിന്തുണയ്ക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി മാറി. പക്ഷെ അദ്ദേഹം ചിന്തിക്കണം, നമ്മുടെ രാജ്യവും ജനാധിപത്യവും ഉണ്ടെങ്കിൽ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് ആ കസേരയിൽ ഇരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഈ കലാപകാരികൾ ലക്ഷ്യമിടുന്നത് ഇദ്ദേഹത്തെയും ലക്ഷ്യമിടും. അതിന് ഏറ്റവും ഉദാഹരണം ഇന്ദിരാഗാന്ധിയാണല്ലോ. പഞ്ചാബിൽ ഭരണം പിടിക്കാനായി ഖാലിസ്ഥാൻ ഭീകരവാദികൾക്ക് അവിടെ ഉള്ളവർക്ക് ആ ഒരു നേതാവിന് വലിയ രീതിയിൽ പിന്തുണ നൽകുകയും ചെയ്തു. പിന്നീട് അത് ആർക്കാണ് തിരിച്ചടി നൽകിയത്? അത് തന്നെയല്ലേ പിന്നെ രാജീവ് ഗാന്ധിക്ക് സംഭവിച്ചത്. ആ ചരിത്രം രാഹുൽ ഗാന്ധി പഠിക്കണം. അദ്ദേഹത്തിന് വലിയ രീതിയിൽ മോഹം കാണും പ്രധാനമന്ത്രിയായി വരണമെന്ന്. ഇദ്ദേഹം 2014 മുതൽ ആഗ്രഹിക്കുന്നതാണല്ലോ. 2014, 2019, 2024 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരണമെന്ന് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുകയാണ്. പക്ഷെ അതിന് സാധിക്കുന്നില്ല. സാധിക്കാത്തതിന് കാരണം ഇത്തരം പ്രവർത്തികളാണ്. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കൂ. ഇപ്പോൾ ഡൽഹിയിൽ തുടർച്ചയായി തന്നെ കോൺഗ്രസ് ഭരണം നടത്തിയിരുന്ന ആ സംസ്ഥാനത്ത് നിന്നും, ആ കേന്ദ്രഭരണ പ്രദേശത്ത് നിന്നും പുറത്താക്കിയില്ലേ കോൺഗ്രസിനെ? ഇപ്പോൾ 0 സീറ്റിൽ. അത് എന്തുകൊണ്ട്? AAP എന്നൊരു പാർട്ടി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചപ്പോൾ അവരെ സ്വീകരിക്കുകയാണ്. നോക്കിക്കോളൂ, ഒരു 10 കൊല്ലത്തിനകം ഗുജറാത്തിൽ നിന്നും ഈ കോൺഗ്രസ് പൂർണ്ണമായി തന്നെ ഇല്ലാതാകും. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ ആ വോട്ടുകൾ പൂർണ്ണമായി തന്നെ AAPയിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ്
ഗുജറാത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജനങ്ങൾ നിങ്ങളെ പുറത്താക്കുമ്പോൾ ചിലരുടെ പിന്തുണയോടുകൂടി, വിദേശ പണങ്ങൾ കൈപ്പറ്റുന്നവരുടെ പിന്തുണയോടുകൂടി തന്നെ രാജ്യത്ത് കലാപം ഉണ്ടാക്കാമെന്നും അത് കണ്ട് കൈയടിക്കാമെന്നും അയൽ രാജ്യങ്ങളിൽ സംഭവിക്കുമ്പോൾ അത് തന്നെ ഇന്ത്യയിൽ നടപ്പിലാകും. അത് നടപ്പിലാക്കാൻ യുവാക്കൾ രംഗത്തിറങ്ങണമെന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഇത് എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അത് ജനങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങളെയും പുറത്താക്കും. കാരണം AAP അടക്കമുള്ള പുതിയ പാർട്ടികൾ രംഗത്ത് വരികയാണ്. അദ്ദേഹവും ഇത്തരം പ്രവർത്തനങ്ങളിലെല്ലാം കേമനാണെങ്കിലും ഒരു പരിധിവരെ ജനങ്ങളോടൊപ്പം നിൽക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. അത് ഗുജറാത്തിലാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഗുജറാത്തിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, അതിവേഗമാണ് ഇപ്പോൾ AAP വളരുന്നത്. ഇപ്പോൾ 10-25 കൊല്ലമായി BJP ഭരണം നടത്തുമ്പോൾ അവിടെ പ്രതിപക്ഷത്തിന്റെ കസേരയിൽ നിരന്തരം ഇരിക്കുന്നത് കോൺഗ്രസ് ആണ്. ആ കസേര താമസിയാതെ വൈകാതെ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുകയാണ്. അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ വോട്ട് ചോരിയാണ്, വോട്ടിൽ ക്രമക്കേട് നടത്തി. കാരണം ഇപ്പോൾ തന്നെ മുന്നിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് പലരും പറയുമ്പോൾ അതിനെ ശ്രദ്ധിക്കാതെ അവർ മറ്റു വഴികൾ തേടുകയാണ്, തമ്മിലടിച്ച് മുന്നോട്ട് പോകണം. ഈ മാറ്റം തന്നെ കർണാടകയിൽ സംഭവിക്കും. കർണാടകയിലും ഇത്തരം തമ്മിലടി ഉണ്ടാകുന്നല്ലോ, പാർട്ടിക്കുള്ളിലാണ് ആ തമ്മിലടി. പക്ഷെ ഇതിനെല്ലാം ഇനി നിങ്ങളുടെ പാർട്ടിയിൽ തമ്മിലടിയായി അവിടെ ഭരണ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ജനങ്ങൾക്കറിയാം. ഇത്തരം കലാപങ്ങൾ നടത്തുന്നവരെ ഇറങ്ങി അവരെ പിടിച്ചുകെട്ടാനും ജനങ്ങൾക്കറിയാം. അവർ അത് തെരഞ്ഞെടുപ്പിലൂടെ പിടിച്ചുകെട്ടും, ജനാധിപത്യത്തിലൂടെ പിടിച്ചുകെട്ടും. അതുതന്നെയാണല്ലോ 2014 മുതൽ 14 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ തെരുവോരങ്ങൾ ഭീകരവാദികൾ കീഴടക്കിയപ്പോൾ, അവർ ബോംബ് നിരന്തരം വച്ച് ജനങ്ങളെ കൊലപ്പെടുത്തിയപ്പോൾ മൗനം പാലിച്ചവർ, അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്നും ഭീകരവാദികളും പാകിസ്ഥാൻ പട്ടാളവും നുഴഞ്ഞുകയറി ഇന്ത്യൻ സൈനികരെ തലയർത്തപ്പോൾ മൗനം പാലിച്ചവർ, ആ മൗനം പാലിച്ചവരെ പാഠം പഠിപ്പിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഴിഞ്ഞില്ലേ? ഇപ്പോൾ ആ നേതാക്കളെല്ലാം എവിടെയാണ്? അന്ന് പല വെല്ലുവിളികളും നടത്തിയത് ഞങ്ങളാണ് ശരി, അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ അനുകൂലമായി സംസാരിച്ചിരുന്നവർ, ഹിന്ദു ഭീകരവാദികൾ എന്ന് പറഞ്ഞവർ, അവിടെ ആ നേതാക്കളെല്ലാം എവിടെ? പരാജയപ്പെട്ട് തുന്നം പാടിയില്ലേ? തുന്നം പാടി ആ സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത അവസ്ഥയായില്ലേ? ആ അവസ്ഥയിലേക്കായിരിക്കും മിക്കവാറും ഈ രാഹുൽ ഗാന്ധിയും എത്താൻ പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്വപ്നങ്ങൾ എന്തായാലും വലിക്കാൻ പോകുന്നില്ല. വലിയ പ്രക്ഷോഭമായിരുന്നു എന്തായാലും അവിടെ ഉണ്ടായത്. ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ 4 പേർ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കൃത്യമായി തന്നെ ആ പ്രതിഷേധത്തെ, ആ കലാപത്തെ അടിച്ചമർത്താൻ ഇന്ത്യയുടെ പോലീസിനും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈനികർക്കും കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന, ഇതിന്റെ സമരവുമായി ബന്ധപ്പെട്ട് അവർ ചൂണ്ടിക്കാട്ടുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. ജമ്മു കാശ്മീരിനെ വിഭജിച്ച് 2019 നരേന്ദ്രമോദി സർക്കാർ ലഡാക്കിൽ കേന്ദ്രഭരണ പ്രദേശമാക്കുന്നത്. അപ്പോൾ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടാണ് അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന പദവി വൈകാതെ തന്നെ സർക്കാർ നൽകും. അല്ലാതെ ഇപ്പോൾ നൽകണമെന്ന് പറയാൻ എന്താണ്? ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്കറിയാം, പൂർണ്ണമായി തന്നെ അധികാരം നൽകിയ ജമ്മു കാശ്മീരിലെ അവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഒരു പരിധിവരെ അധികാരം നൽകിയപ്പോൾ എന്താണ് സംഭവിച്ചത്? പെഹൽഗാം സംഭവിച്ചില്ലേ? പെഹൽഗാമിന്റെ സുരക്ഷാ വീഴ്ച എവിടെയാണ് ഉണ്ടാകുന്നത്? കേന്ദ്ര സർക്കാരും സൈന്യവും അറിയാതെ സംസ്ഥാന സർക്കാർ പെഹൽഗാമിലെ ടൂറിസം കേന്ദ്രം തുറക്കാൻ അനുമതി നൽകുകയായിരുന്നു. മുൻകാലങ്ങളിൽ അത് കൃത്യമായി അറിയിക്കാൻ സൈനികരെ അറിയിക്കുകയും സൈനികർ അവിടെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് നേരത്തെയായിരുന്നു ഇത്തരം നീക്കം. ഇത്തരത്തിൽ അപ്പോൾ കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ച ചെയ്തപ്പോൾ നമുക്ക് നഷ്ടമായത് 20 ഇന്ത്യൻ സഹോദരങ്ങളെയാണ്. ഇനിയൊരു ജീവൻ നഷ്ടമാകാൻ ഇന്ത്യക്ക് തയ്യാറല്ല. അതുകൊണ്ട് കുറച്ച് ശക്തമായ നടപടി എടുക്കേണ്ടി വന്നാൽ ആ ശക്തമായ നടപടി എടുക്കും. അല്ലാതെ മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾ പറയുമല്ലോ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയായി കോൺഗ്രസും പറഞ്ഞിരുന്നല്ലോ. അങ്ങനെയാണ്. അപ്പോൾ വീഴ്ച സംഭവിക്കാതെ നോക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ചുമതലയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി വന്നാലും സോണിയാഗാന്ധി വന്നാലും പ്രിയങ്ക ഗാന്ധി വന്നാലും കൃത്യമായി തന്നെ രാജ്യസുരക്ഷയ്ക്ക് ഇപ്പോഴുള്ള സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നു. നിങ്ങളുടെ ഭരണകാലത്ത് സംഭവിച്ചതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ ചിന്നിച്ചിതറുന്നത്, ബോംബ് പൊട്ടി ചിന്നിച്ചിതറുന്നത് കാണാൻ ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് ആഗ്രഹമില്ല. അത് കണ്ടു നിൽക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ നടപടിയുമായി ഇപ്പോൾ ഇന്ത്യയിലെ സർക്കാർ മുന്നോട്ട് പോകുന്നത്.